രണ്ടാം അറ്റകുറ്റപ്പണി നടത്താൻ തമിഴ്നാടിന് താൽക്കാലിക അനുമതി നൽകി സംസ്ഥാനം. നിബന്ധനകൾക്ക് വിധേയമായാണ് അനുമതി നൽകിയത്. ജനങ്ങളുടെ ഭീതി മാറ്റുക എന്നതാണ് അറ്റകുറ്റപ്പണിയുടെ പ്രാഥമിക ലക്ഷ്യം. അറ്റകുറ്റപ്പണി നടത്താനെത്തിയ തമിഴ്നാട് സംഘത്തെ വനം വകുപ്പ് തടഞ്ഞിരുന്നു. തുടർന്ന് അനുമതി തേടി സംസ്ഥാനത്തിന് കത്തയച്ചിരുന്നു. വനസംരക്ഷണ നിയമം അനുസരിച്ച് നിബന്ധനകൾ പാലിച്ചു വേണം അറ്റകുറ്റപ്പണികൾ നടത്താനെന്ന് സംസ്ഥാനത്തിന് നിർദ്ദേശം. ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോർന്നുവെന്ന് സ്ഥിരീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് വിദ്യാഭ്യാസ വകുപ്പ്. വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയെന്നും മന്ത്രി. MS സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനൽ വഴിയാണ് ചോദ്യങ്ങൾ പുറത്തായത്. ചാനലിനെതിരെ കർശന നടപടിയെടുക്കും. 2023 സംഘടനാ തെരഞ്ഞെടുപ്പിന് യൂത്ത് കോൺഗ്രസ് അടൂരിൽ മാത്രം നിർമ്മിച്ചത് 2000 വ്യാജ തിരിച്ചറിയൽ കാർഡ്. ഇവ ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തെന്ന് പോലീസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്നും തിരിച്ചറിയൽ കാർഡ് ഡൗൺലോഡ് ചെയ്ത് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചായിരുന്നു കാർഡ് നിർമ്മിച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാവ് MJ രഞ്ജുവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്. വ്യാജ കാർഡ് കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് പോലീസ്. ഇന്നും BJPയുടെ നിയമസംഹിത മനുസ്മൃതിയാണ്, ഭരണഘടനയല്ല. വിമർശനവുമായി രാഹുൽ ഗാന്ധി. സവർക്കറെ വിമർശിച്ചാൽ തന്നെ കുറ്റക്കാരനാക്കും. രാജ്യത്തെ പിന്നോക്കം കൊണ്ടുപോകാനാണ് BJPയുടെ ശ്രമം. ദ്രോണാചാര്യർ ഏകലവ്യന്റെ തള്ളവിരൽ മുറിച്ചതുപോലെ BJP ഇന്ത്യയിലെ യുവാക്കളുടെ പെരുവിരൽ മുറിക്കുകയാണ്. ഭരണഘടനയുടെ പകർപ്പ് ഉയർത്തിപ്പിടിച്ചായിരുന്നു രാഹുലിന്റെ ഈ പ്രസംഗം. വയനാട് ദുരന്തത്തിൽ പ്രത്യേക പാക്കേജ് വേണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി കേരളത്തിൽ നിന്നുള്ള MP മാർ. രാഷ്ട്രീയം മുൻനിർത്തി കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നുവെന്ന് ആരോപിച്ച് LDF UDF MP മാർ സംയുക്തമായി പാർലമെന്റ് കവാടത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. വയനാട് ദുരന്തത്തിന് പ്രത്യേക പാക്കേജ് വേണം, വിവേചനം പാടില്ല, കേരളത്തിന് നീതി ഉറപ്പാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. കേരളവും ഇന്ത്യയുടെ ഭാഗമാണെന്നും ദുരന്തബാധിതരെ കേന്ദ്രത്തിന് അവഗണിക്കാൻ സാധിക്കില്ല എന്നും MP മാർ പ്രതികരിച്ചു. സ്വതന്ത്ര MLA PV അൻവർ കോൺഗ്രസിലേക്ക് എത്തുമെന്ന് സൂചനകൾ. CPIM-മായി ഉടക്കിയ അൻവർ ഇടതുബന്ധം ഉപേക്ഷിച്ച് DMK എന്ന പേരിൽ പാർട്ടി രൂപീകരിച്ചെങ്കിലും വേണ്ട വിധത്തിൽ ഫലം കാണില്ലെന്ന വിലയിരുത്തലിലാണ് ഈ തീരുമാനം. നിലവിലെ വിവരം അനുസരിച്ച് അൻവറും സംഘവും കോൺഗ്രസ് പാർട്ടിയിൽ ചേരും. കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ അൻവർ ചർച്ചകൾ നടത്തിയെന്ന് റിപ്പോർട്ടുകൾ. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സുക് യോലിനെ ഇംപീച്ച് ചെയ്ത് പാർലമെന്റ്. 300 അംഗ പാർലമെന്റിലെ 204 അംഗങ്ങൾ ഇംപീച്ച്മെന്റിന് അനുകൂലമായി വോട്ട് ചെയ്തു. ഭരണകക്ഷി അംഗങ്ങളടക്കം പ്രസിഡന്റിനെതിരെ വോട്ട് ചെയ്തു. ഡിസംബർ 3-നാണ് ദക്ഷിണ കൊറിയയിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ച 6 മണിക്കൂറിനകം തന്നെ നിയമം പിൻവലിച്ചിരുന്നു. പ്രസിഡന്റിനെതിരെ തെരുവുകളിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് ഇംപീച്ച്മെന്റ്. ജയിൽ മോചിതനായതിനു പിന്നാലെ കോടതിയെ സമീപിക്കാൻ തെന്നിന്ത്യൻ താരം അല്ലു അർജുൻ. പുഷ്പ 2 റിലീസ് ദിനത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ ജയിൽ മോചനം വൈകിയത് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ അല്ലു അർജുന്റെ അഭിഭാഷകൻ ഹർജി സമർപ്പിക്കും. റിമാൻഡ് ചെയ്ത് 1 മണിക്കൂറിനുള്ളിൽ തെലങ്കാന ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചെങ്കിലും ഇന്നലെ രാത്രി മുഴുവൻ അല്ലു അർജുന് ജയിലിൽ തുടരേണ്ടി വന്നിരുന്നു. ശബരിമലയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് തീർത്ഥാടകൻ കുഴഞ്ഞു വീണു മരിച്ചു. തൃശൂർ സ്വദേശിയാണ് മരിച്ചത്. മല കയറുന്നതിനിടെ അപ്പാച്ചിമേട്ടിലാണ് സംഭവം. ഇയാളെ ഉടൻ തന്നെ പമ്പ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 4 ദിവസം മുന്നേയും ഒരു ശബരിമല തീർത്ഥാടകൻ മരണപ്പെട്ടിരുന്നു. ബ്രിസ്ബെയിനിൽ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലെ 3-ാം ടെസ്റ്റിന്റെ ആദ്യ ദിവസത്തെ മത്സരം മഴ കാരണം നിർത്തിവെച്ചു. 13.2 ഓവർ എറിയുമ്പോഴേക്കും കനത്ത മഴ പെയ്തതോടെ മത്സരം നിർത്തിവെച്ച കളി വരുന്ന ദിവസം പ്രാദേശിക സമയം രാവിലെ 9:50 പുനരാരംഭിക്കും.